പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിന്റെ ബലപ്പെടുത്തൽ പ്രവർത്തികൾ പുരോഗമിക്കുന്നു. പാലത്തിന്റെ വിള്ളൽ വീണ ഭാഗത്ത് കോൺക്രീറ്റ് പ്രവൃത്തികളാണ് നടക്കുന്നത്. കൂടാതെ പാലത്തിനടിയിലെ 2 ബീമുകൾക്കിടയിൽ പുതിയ സ്ലാബ് നിർമ്മിക്കുന്ന പ്രവൃത്തികളും നടക്കുന്നുണ്ട്. തിരൂർ PWD ബ്രിഡ്ജ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ധീരജ് കുമാർ, ഓവർസിയർ സൌമ്യ, മഞ്ചേരി ബ്രിഡ്ജ് സെക്ഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചാണ് പ്രവൃത്തികൾ നടക്കുന്നത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 31-നാണ് പാലത്തിനു മുകളിൽ വിള്ളൽ വീണത്. തുടർന്ന് ഭാഗികമായുള്ള ഗതാഗത നിയന്ത്രണം പാലത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. ഹൈവേ റിസർച്ച് ടീമിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് ചരക്ക് വാഹനങ്ങൾക്ക് പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചത്. തുടർന്ന് സർക്കാർ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി അടിയന്തരമായി 25 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1 മാസത്തേക്കാണ് പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് പാലം ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുകയാണ് ലക്ഷ്യമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ധീരജ് കുമാർ പറഞ്ഞു. തിരുവേഗപ്പുറ പാലം കഴിഞ്ഞ 2-ാം തീയതി മുഴുവനായി വാഹന ഗതാഗതം നിരോധിച്ചുകൊണ്ട് അടയ്ക്കുകയും അന്ന് മുതൽ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു സൈഡ് മൈക്രോ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജനങ്ങളുടെ ബുദ്ധിമുട്ട് എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയിട്ട് പാലം എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് പണി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ പണി പുരോഗമിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. പാലത്തിലൂടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ പാലത്തിനപ്പുറവും പട്ടാമ്പി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ തിരുവേഗപ്പുറയിലുമാണ് നിർത്തുന്നത്. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം.